അതായത് പോലീസിന് സ്വമേധയെ കേസെടുക്കാൻ പറ്റുന്ന വിഷയമല്ല. നമസ്തേ. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് പലസ്തീൻ ഭീകര സംഘടന ഹമാസിനെ അനുകൂലിച്ച് തെരുവ് നാടകവും ഇസ്രയേൽ പതാക കത്തിക്കലും നടന്ന സംഭവത്തോട് മുഖം തിരിച്ചു കേരള പോലീസ്. ഫ്രണ്ട്സ് ഓഫ് പലസ്തീൻ സംഘടനാ ബാനറിൽ അപകടകരമായ പ്രവൃത്തി അരങ്ങേറിയപ്പോൾ നിസ്സഹായതയാണോ നിസ്സംഗതയാണോ എന്ന് മനസ്സിലാക്കാൻ പോലീസിന് കഴിയുന്നില്ലെന്ന് തോന്നുന്നു. കാരണം ഹമാസ് പ്രേമം അതിരുകടന്ന് ഒരു രാജ്യത്തിന്റെ പതാക കത്തിക്കലിൽ വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് അപകടം തന്നെയല്ലേ? പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ട ഒന്നല്ലേ? എന്നാൽ അതിനുള്ള പോലീസിന്റെ മറുപടി കേസെടുത്തില്ല എന്ന് മാത്രമാണ്. കേസ് എടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാലും കേസെടുത്തില്ല എന്നാണ് മറുപടി. ഇതുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചി പോലീസുമായി സംസാരിച്ചപ്പോഴുള്ള മറുപടി നിങ്ങൾക്ക് കേൾക്കാം. ഇന്നലെ അവിടെ ഒരു ഇസ്രായേൽ പതാക കത്തിച്ച സംഭവം നടന്നില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ? എന്ത് ഡീറ്റെയിൽസാ? അതായത് അതിപ്പോ എന്താണ് അവസ്ഥ? അത് കേസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് വാർത്ത എടുത്തിട്ടില്ല. അതെന്താ കേസ് എടുക്കാണ്ടിരുന്ന എന്തായിരുന്നു? അപ്പൊ പതാക കത്തിച്ച് അങ്ങനെ ഒരു സംഭവം നടത്തിയതിന് പ്രശ്നമില്ല എന്നാണോ പറയുന്നത്? ഹലോ അതായത് പതാക കത്തിച്ച് അങ്ങനെ ഒരു സംഭവം നടന്നത് പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് കേസ് എടുത്തില്ല എന്നാണോ പറയുന്നത്? കേസ് എടുത്തിട്ടില്ല. അതായത് പോലീസിന് സ്വമേധയെ കേസെടുക്കാൻ പറ്റുന്ന വിഷയമല്ല. അത് അങ്ങനെ കേസെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഓക്കെ, ശരി. കേരളം ഹമാസിന്റെ പിടിയിലാകുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അതും യുവതലമുറയിലെ ചെറുപ്പക്കാർ നേതൃത്വം നൽകുന്നു. കേരളം ഹമാസിന്റെ കൈപ്പിടിയിലേക്ക് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇതെന്നത് വ്യക്തമാണ്. തെരുവു നാടകക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും വിട്ടയച്ചിരിക്കുന്നു. മറ്റൊരു രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ മിത്രമായ ഇസ്രായേലിന്റെ പതാക കത്തിച്ച സാഹചര്യത്തിൽ നയതന്ത്ര ബന്ധം കണക്കാക്കി അവരെ വിടാൻ പാടുള്ളതല്ല. അവരെ സഹായിച്ചവരെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സംഭവത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഞായറാഴ്ച വൈകിട്ടാണ് 4 യുവതികളടക്കമുള്ള 10 അംഗ സംഘം ആസാദി തെരുവ് നാടകം അവതരിപ്പിച്ചത്. പലസ്തീൻ പതാകയേന്തി ഹമാസ് അനുകൂലവും ഇസ്രായേൽ വിരുദ്ധവുമായ മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തി. മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇതിന് പിന്നിലെന്നും അവരുടെ തിരിച്ചറിയൽ കാർഡിലെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി വിട്ടയച്ചതായി ഫോർട്ട് കൊച്ചി പോലീസ് പറയുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിദേശ സഞ്ചാരികളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ നാടകം അവതരിപ്പിച്ചുവെന്നാണ് സംഘത്തിന്റെ വിശദീകരണം. ഇസ്രായേലി വിനോദസഞ്ചാരികളടക്കം 10,000-ങ്ങളാണ് ടൂറിസം കാലത്ത് കൊച്ചിയിലെത്തുക. കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചിയിൽ പലസ്തീൻ അനുകൂല പോസ്റ്ററും ബോർഡും ഇസ്രായേൽ സ്വദേശിനി കീറിയതും പ്രതിഷേധിച്ചതും കോടതി നടപടി വരെ എത്തിച്ചവർ ഇന്നിതിനോട് പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്.